ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന പോർഷനാണ്. എന്താണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്? ഇറ്റ്സ് എ ബഡ്ജറ്റ് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, സപ്പോസ് നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡൾ ഡിമാൻഡ് സീസൺ ആണ് വിചാരിക്കുക. അപ്പോൾ ഈ ഡൾ ഡിമാൻഡ് സീസണിൽ നമ്മൾ സ്ഥാപനത്തിന് മൊത്തം കപ്പാസിറ്റിയുടെ 50% നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യും. ഉദാഹരണമാണ്, 50% നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ സീസൺ മാറി വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആ 50% കപ്പാസിറ്റിക്ക് നമ്മൾ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കും അല്ലേ? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി കോസ്റ്റ്, അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ചേർത്തിട്ട് നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ചേർത്തിട്ട് നമുക്ക് എന്താണ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? അതൊക്കെ കണ്ടിട്ട് എക്സ്പെക്റ്റഡ് സെയിൽസിൽ നിന്ന് ആ ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ലെവലിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡൈനാമിക് ആണ്. ചിലപ്പോൾ നമ്മൾ ഡിമാൻഡ് ഭാവിയിൽ കൂടാം, ചിലപ്പോൾ നമ്മുടെ ഡിമാൻഡ് ഭാവിയിൽ കുറയാം. അങ്ങനെയാകുന്ന സമയത്ത് നമുക്കറിയണം, ഇപ്പം നമ്മൾ 50% കപ്പാസിറ്റി വെച്ചിട്ട് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കി നോക്കുമ്പോൾ ഇത്രയാണ് നമ്മുടെ കോസ്റ്റ് ഡീറ്റെയിൽസ്. ഇനി അത് 75% ആക്കി ഉയർത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് കോസ്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതുപോലെ തന്നെ അത് നമ്മൾ 100% കപ്പാസിറ്റിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കോസ്റ്റ് സ്ട്രക്ചറിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റാണ് എന്ത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ ബഡ്ജറ്റ് ഡിസൈൻഡ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി ഫോർ എക്സാമ്പിൾ 50% കപ്പാസിറ്റി, 60% കപ്പാസിറ്റി, 70%, അതാണ് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്ന സമയത്ത് നമ്മളെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റിലും ടോട്ടൽ കോസ്റ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലും മറ്റു കോസ്റ്റുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. So other names of flexible budget are sliding scale budget and variable budget. Okay, purpose of preparing a flexible budget is to reflect cost and profit at various level of activities. Okay, usually preparing cost sheet format. സാധാരണ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോസ്റ്റ് ഷീറ്റ് ഫോർമാറ്റാണ്. കോസ്റ്റ് ഷീറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? പ്രൈം കോസ്റ്റ് പ്ലസ് എന്താണ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, ദെൻ മൈനസ് എന്താണ് സെയിൽസുമായിട്ട് അത് കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് പ്രോഫിറ്റോ ലോസോ നമുക്ക് കിട്ടും. ആ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിലാണ് സാധാരണയായി നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 3 ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 50% കപ്പാസിറ്റിക്ക് നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കണം, 60% കപ്പാസിറ്റിക്ക് നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കണം, 90% കപ്പാസിറ്റിക്ക് നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കണം. അപ്പം നമ്മൾ ഓരോ ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്യല്ല ചെയ്യുക, നമ്മൾ എന്താ ചെയ്യുക, ഈ ഓരോ കപ്പാസിറ്റി ലെവലിനും ഓരോ കോസ്റ്റ് ഷീറ്റ് ഒരുമിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അല്ലാതെ കോംപ്ലക്സ് ആയിട്ട് വേറെ ഒന്നും ഇതിലില്ല. അതായത് 3 ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ 3 കോസ്റ്റ് ഷീറ്റ് ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. 4 ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ 4 കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഒരുമിച്ച് വെക്കുക, അതാണെന്ത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഓക്കെ, by recognizing the nature of fixed, variable and semi-variable cost. So കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നു എന്ത് മനസ്സിലാക്കിക്കൊണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഏതൊക്കെയാണ്, വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്, സെമി വേരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്, അതിൻ്റെ നേച്ചർ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ,
കോംപ്ലക്സ് ആയിട്ട് ഒന്നുമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. 3 കോസ്റ്റ് ആണ് നമുക്ക് സാധാരണ ഉള്ളത് അല്ലേ? വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വേരിയബിൾ കോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ടോട്ടൽ കോസ്റ്റ് വേരി ചെയ്യും, പക്ഷേ പെർ യൂണിറ്റ് കോസ്റ്റ് വിൽ റിമെയിൻ ആസ് കോൺസ്റ്റന്റ് അല്ലേ? വേരിയബിൾ കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ടോട്ടൽ ചേഞ്ച് ചെയ്യും, പക്ഷെ പെർ യൂണിറ്റ് കോസ്റ്റ് റിമെയിൻ ആസ് സെയിം. ലെവൽ ഓഫ് ആക്ടിവിറ്റി എത്രയൊക്കെ ആയാലും പെർ യൂണിറ്റ് കോസ്റ്റ് റിമെയിൻ ആസ് അൺചേഞ്ച്ഡ്. അങ്ങനെയാകുന്ന സമയത്ത് സാധാരണ നമ്മളിപ്പം ശ്രദ്ധിക്കാം, ഇതിന് വേണ്ട കോളംസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനാണ്, 3 കപ്പാസിറ്റി ലെവലിലാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം. പിന്നെ 2 എമൗണ്ട് കോളം വേണം. ഒരു കപ്പാസിറ്റി ലെവലിന് 50% കപ്പാസിറ്റിയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ 50% കപ്പാസിറ്റി ലെവലിന് 2 കോളമാണ്. ഒന്ന് പെർ യൂണിറ്റ് കോളം, ഒന്ന് ടോട്ടൽ കോളം. അപ്പോൾ 70% ആണെങ്കിൽ അതിനും എന്ത് വേണം? ഒരു പെർ യൂണിറ്റ് കോളം, ഒരു ടോട്ടൽ കോളം. ഓക്കെ, അത് 90% ആണെങ്കിൽ ഒരു പെർ യൂണിറ്റും ഒരു ടോട്ടൽ കോളം. അങ്ങനെ ഓരോ കപ്പാസിറ്റി ലെവലിനും എത്ര കോളം വേണം? 2 കോളം വേണം. ഓക്കെ, അപ്പം പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്കറിയാം. വേരിയബിൾ കോസ്റ്റിന് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യില്ല. അങ്ങനെയാണ് സമയത്ത് നമ്മൾ ചെയ്യണ്ടേ, ഞാൻ പറഞ്ഞു ഓരോന്നിനും പെർ യൂണിറ്റ് കോളം ഉണ്ട്, ടോട്ടൽ കോളം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വേരിയബിൾ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് സെയിം എമൗണ്ട് പെർ യൂണിറ്റ് കോസ്റ്റ് കോളത്തിൽ എഴുതുക. അപ്പൊ 3 ലെവൽ ഓഫ് ആക്ടിവിറ്റീസിൽ 3 പെർ യൂണിറ്റ് കോളം ഉണ്ടാവില്ലേ? ആ 3 പെർ യൂണിറ്റ് കോളത്തിലും ഒരേ എന്തെഴുതുക? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതുക. ഇനി അതിന് ടോട്ടൽ എമൗണ്ട് കാണാൻ വേണ്ടി, ടോട്ടൽ കോളത്തിൽ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ ലെവലിലെയും യൂണിറ്റ്സ് പ്രൊഡ്യൂസർ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ വേരിയബിൾ കോസ്റ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? റൈറ്റ് ദ സെയിം പെർ യൂണിറ്റ് കോസ്റ്റ് in all per unit columns of each level of activity and then multiply with the units produced at each level. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? To get the amount in total cost column. അതാണ് വേരിയബിൾ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്. എന്താ ചെയ്യേണ്ടത്? പെർ യൂണിറ്റ് എമൗണ്ട് എല്ലാ പെർ യൂണിറ്റ് കോളത്തിലും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിന്റെ ടോട്ടൽ കോളത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ പെർ യൂണിറ്റ് കോസ്റ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിലുള്ള യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് വേരിയബിൾ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഇൻ ടോട്ടൽ ഇൻ അഗ്രിഗേറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. ആക്ടിവിറ്റി മാറും തോറും ടോട്ടൽ മാറില്ല, ടോട്ടൽ കോസ്റ്റ് മാറില്ല. ഫിക്സഡ് കോസ്റ്റ് ഇൻ അഗ്രിഗേറ്റ് വിൽ നോട്ട് ചേഞ്ച്. എന്താ ചേഞ്ച് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേരിയബിൾ കോസ്റ്റിന്റെ നേരെ റിവേഴ്സ് ട്രീറ്റ്മെന്റ് ആണ് ഇതിന്. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? റൈറ്റ് ദ സെയിം ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, സെയിം ടോട്ടൽ കോസ്റ്റ് ഇൻ ടോട്ടൽ കോസ്റ്റ് കോളം ഓഫ് ഈച്ച് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ഡിവൈഡ് ദ ടോട്ടൽ കോസ്റ്റ് by units produced at each level to get per unit cost in per unit column. ഓക്കെ, അതായത് വേരിയബിൾ കോസ്റ്റ് ആകുന്ന സമയത്ത് ആദ്യം നമ്മൾ സെയിം എമൗണ്ട് എഴുതുക ഏതിലാണ്? പെർ യൂണിറ്റ് കോളത്തിൽ. എന്നിട്ട് അതിനെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷമാണ് ടോട്ടൽ കോളത്തിലെ എമൗണ്ട് എഴുതുക. അതേ സമയത്ത് ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ സെയിം എമൗണ്ട് നമ്മൾ എവിടെ എഴുതുക? ടോട്ടൽ കോസ്റ്റ് കോളത്തിൽ. ഓക്കെ, എന്നിട്ട് ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിന്റെയും യൂണിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യും? ആ ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കോളത്തിൽ എഴുതാനുള്ള ഡാറ്റ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. സെമി വേരിയബിൾ കോസ്റ്റ് സാധാരണ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇത് സെമി വേരിയബിൾ കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ 50% ഫിക്സഡ് ആണ്, 50% വേരിയബിൾ ആണ്. അങ്ങനെയാകുന്ന സമയത്ത് ഇതിനെ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് മാറ്റുക, 2 ഐറ്റം ആയിട്ട് മാറ്റുക. ആദ്യം ഫിക്സഡ് പോർഷൻ എടുക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ട്രീറ്റ്മെന്റ്
ഫിക്സഡ് കോസ്റ്റ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണോ അങ്ങനെ തന്നെ. എന്നിട്ട് രണ്ടാമത്തെ വേരിയബിൾ കോസ്റ്റ്, അതിന്റെ താഴെ വേരിയബിൾ കോസ്റ്റ് എഴുതാം, വേരിയബിൾ പോർഷൻ എഴുതാം. അതിന് ഏത് ട്രീറ്റ്മെന്റ് എടുക്കുക? വേരിയബിൾ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെമി വേരിയബിൾ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നു നോക്കാം. ഓക്കെ, ഇതാണ് ഫോളോയിങ് ആർ ദി ബഡ്ജറ്റ് എക്സ്പെൻസസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് 10,000 യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംടൈംസ് ഇറ്റ് മേ ബി 100% കപ്പാസിറ്റി. പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ 6,000 യൂണിറ്റ്സ് ആൻഡ് 8,000 യൂണിറ്റ്സ്. 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് എങ്കിൽ 6,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് എത്രയായിരിക്കും? ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എത്ര കോളം വേണമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോക്കാം. എത്ര കോളം വേണ്ടി വരും? ഒന്നാമത് ബേസ് അല്ലേ, 10,000 യൂണിറ്റ്സിന്റെ ആദ്യം പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ 10,000 യൂണിറ്റ്സ് കപ്പാസിറ്റിക്ക് ഒരു കോളം. അത് നിങ്ങൾക്ക് അവസാനം എഴുതാം, അല്ലെങ്കിൽ ആദ്യം എഴുതാം. ഓക്കെ, 10,000 യൂണിറ്റ്സിന്റെ കപ്പാസിറ്റിക്ക് ഒരു പെർ യൂണിറ്റ് കോളവും അതുപോലെ തന്നെ ഒരു ടോട്ടൽ കോളം. അതുപോലെ തന്നെ 6,000 യൂണിറ്റ്സ് പെർ യൂണിറ്റ് കോളം, ടോട്ടൽ കോളം. 8,000 യൂണിറ്റ്സ് പെർ യൂണിറ്റ് കോളം, ടോട്ടൽ കോളം. സോ ഹിയർ ടോട്ടൽ 7 കോളംസ് അല്ലെ. ഇനി നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഇവിടെ വേരിയബിൾ കോസ്റ്റ് വരുന്നത്, ഏതൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്, ഏതൊക്കെയാണ് ഇവിടെ സെമി വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ദ മെറ്റീരിയൽ എന്താണ് നമുക്കറിയാം, പെർ യൂണിറ്റ് തന്നിരിക്കുന്നത് അല്ലെ. മെറ്റീരിയൽസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. നമുക്കറിയാം, പ്രൊഡക്ഷൻ അനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാറും. ലേബർ കോസ്റ്റ് എന്താണ്, അതും വേരിയബിൾ ആണ്. അതുപോലെ എക്സ്പെൻസസ് ബ്രാക്കറ്റിൽ വേരിയബിൾ തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താണ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, അതും വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് തന്നിട്ടുണ്ട്, അത് വേരിയബിൾ തന്നെയാണ്. ഫാക്ടറി ഓവർഹെഡിന് രണ്ട് ഭാഗമുണ്ട് ഇവിടെ, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ സെമി വേരിയബിൾ ആണ്, പാർട്ട്ലി ഫിക്സഡ് ആണ്, പാർട്ട്ലി വേരിയബിൾ ആണ്. അതുപോലെ തന്നെ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 10% ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ 90% എന്തായിരിക്കും, വേരിയബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 80% വേരിയബിൾ ആണ്. അതിന്റെ അർത്ഥം എന്താണ്, 20% ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്താണ്, ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് പെർ യൂണിറ്റിൽ തന്നിരിക്കുന്നത് വേരിയബിളിന്റെ പെർ യൂണിറ്റ് മാറില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാ പെർ യൂണിറ്റ് കോളത്തിലും 3 കപ്പാസിറ്റിയുടെയും പെർ യൂണിറ്റ് കോളത്തിൽ 80 എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് ടോട്ടൽ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ 80നെ ആദ്യം എന്താണ്, ഏത് കോളം നിങ്ങൾ എഴുതുന്നെങ്കിൽ ആ യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 6,000 യൂണിറ്റ്സ് ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ 80 × 6,000, അതാണ് ടോട്ടൽ കോളത്തിലെ എമൗണ്ട്. ഇനി രണ്ടാമത്തെ 8,000 യൂണിറ്റ്സിന്റെ കപ്പാസിറ്റിന്റെ നോക്കുന്ന സമയത്ത് 80 × 8,000. ഇനി 10,000 നോക്കുന്ന സമയത്ത് 80 × 10,000. അതേ ട്രീറ്റ്മെന്റ് ഈ 3 എണ്ണത്തിന്, ലേബർ കോസ്റ്റിനും അതുപോലെ തന്നെ എന്താണ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എന്താണ് ആൻസർ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നോക്കൂ, മെറ്റീരിയൽ കണ്ടില്ലേ, അത് ഞാൻ പറഞ്ഞു നമ്മൾ കോസ്റ്റ് ഷീറ്റിന്റെ രൂപത്തിലാണ് ചെയ്യുന്നത്. നോക്കി ഇതിന്റെ സ്ട്രക്ചർ നോക്കുക, മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്, ഫിക്സഡ് വേരിയബിൾ രണ്ടും ചേർത്ത് ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇവിടെ ഫിക്സഡ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഇല്ല. വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന് 2 സ്പ്ലിറ്റ് ആക്കണം. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, സോ ഒന്ന് നോക്കുക, ഞാൻ പറഞ്ഞു ആദ്യം വേരിയബിൾ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു, എല്ലാ പെർ യൂണിറ്റ് കോളത്തിലും സെയിം പെർ യൂണിറ്റ് കോസ്റ്റ് എഴുതുക അല്ലേ. കണ്ടോ, ഇതെല്ലാം വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ പെർ യൂണിറ്റ് കോളത്തിൽ എല്ലാം എന്ത് ചെയ്യുക, നമ്മൾ സെയിം എമൗണ്ട് എഴുതുക. പെർ യൂണിറ്റ് എമൗണ്ട് ആണ് എഴുതേണ്ടത്, ശ്രദ്ധിക്കുക. ലേബറിന്റെ പെർ യൂണിറ്റ് എമൗണ്ട് ആണ്. ഇതൊക്കെ എല്ലാ പെർ യൂണിറ്റ് കോളത്തിലും സെയിം ആയിരിക്കും വേരിയബിൾ കോസ്റ്റിന്റെ കാര്യത്തിൽ. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഈ പെർ യൂണിറ്റ് എമൗണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. 80 × 6,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 4,80,000.
80 into 8,000, that is 6,40,000. 80 into 10,000, that is 8 lakh rupees. അതുപോലെ തന്നെയാണ് 30 30 30 അല്ലേ, പെർ യൂണിറ്റ് സെയിം ആണ്. അതിന് ടോട്ടൽ കോളത്തിൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 30 into 6,000, 30 into 8,000, 30 into 10,000. ഓക്കെ, 10,000 ബേസിക് ഡാറ്റ ഞാൻ ലാസ്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമോ അവസാനം എഴുതിയാൽ എങ്ങനെയായാലും കുഴപ്പമില്ല, അത് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ സെയിം ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി അല്ലേ. ഇനി ഫാക്ടറി ഓവർ ഹെഡില് ഫിക്സഡ് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഫാക്ടറി ഓവർ ഹെഡിന്റെ ഫിക്സഡ് ആണ് ഞാൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫിക്സഡ് എത്രയാണ് എമൗണ്ട്? 1 lakh ആണ് ഫിക്സഡ്. ഫാക്ടറി ഓവർ ഹെഡിന്റെ 1 lakh ആണ് ഫിക്സഡ് പോർഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എന്താണ് എഴുതുക? ഫിക്സഡ് കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ടോട്ടൽ കോളത്തിൽ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. ഫിക്സഡ് കോസ്റ്റ് ആകുന്ന സമയത്ത് ടോട്ടൽ കോളത്തിൽ നമ്മൾ സെയിം എമൗണ്ട് എഴുതുക, 1 lakh അല്ലേ. കണ്ടില്ലേ? 1 lakh. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? അതാത് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 lakh divided by 10,000 is, എന്താണ്? 1 lakh divided by 10,000 is 10. 10 lakh divided by 8,000 units is 12.50. അതുപോലെ തന്നെ 1 lakh divided by 6,000 units is 16.6. ഓക്കെ, അപ്പൊ അത് സെമി വേരിയബിൾ ആണ്. ഫാക്ടറി ഓവർ സെമി വേരിയബിൾ ആണ്, പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിൾ ആണ്. ഇനി വേരിയബിൾ എടുക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പെർ യൂണിറ്റ് കോളത്തിൽ സെയിം എഴുതും. കണ്ടോ അവിടെ കണ്ടോ? 20 20 20 പെർ യൂണിറ്റിൽ സെയിം ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? യൂണിറ്റ്സ് കൊണ്ട് അതിന് ടോട്ടൽ കോളം കാണാൻ വേണ്ടി 20 into 6,000, 20 into 8,000, 20 into 10,000 അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി ഫാക്ടറി കോസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ചേർത്ത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ്, അത് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടു. അതിനുശേഷം സ്ട്രക്ചറിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആണ്. ഇവിടെ നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്താണ്? ഫിക്സഡ് ആണ്, സെമി വേരിയബിൾ ഒന്നല്ല, ഫിക്സഡ് ആണ്. അപ്പം ഇതാ 60,000 ആണ് അല്ലെ. 60,000 ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ കോളത്തിൽ 60,000 എഴുതും. എല്ലാ ടോട്ടൽ കോളത്തിലും 60,000 എഴുതും. എന്നിട്ട് പെർ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് അതായത് യൂണിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്? അപ്പൊ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും അല്ലെ. ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെല്ലിംഗ് ഓവർ ഹെഡ് ആണ്. ഇവിടെ രണ്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒറ്റ ഓവർ ഹെഡ് അല്ല. എന്താണ്? സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, സെല്ലിംഗ് ഓവർ ഹെഡിൽ 10% ഫിക്സഡ് ആണ്. അതായത് 12 രൂപയിൽ 10% ഫിക്സഡ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ബാക്കി 12 രൂപയിൽ 10% ഫിക്സഡ് ആണെന്ന് പറഞ്ഞാൽ 1.20 എന്താണ്? ഫിക്സഡ് ആണ്. ബാക്കി 10.80 എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും അല്ലെ. അതല്ല അതിന്റെ അർത്ഥം. 10% ഫിക്സഡ്, 12ന്റെ 10% ഫിക്സഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1.20 ഫിക്സഡ് ആണ്, ബാലൻസ് 10.80 എന്തായിരിക്കും? വേരിയബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിന്റെ എന്താണ്? 8 റുപ്പീസിലെ 80% വേരിയബിൾ ആണ്. അതായത് 6.40 വേരിയബിൾ ആണ്, 1.60 ഫിക്സഡ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സെല്ലിംഗ് ഓവർ ഹെഡിന്റെ ഫിക്സഡ് 10%, അതായത് 1.20. 12 രൂപയല്ലേ ടോട്ടൽ പെർ യൂണിറ്റിൽ വരുന്നത്? 12 അല്ലേ. അതിൽ 1.20 ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ 10,000 ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരിക? 12,000. ആ 12,000 എടുത്തിട്ട് എല്ലായിടത്തിലും നമ്മൾ എഴുതുന്നു. ഇതിൽ അതായത് പെർ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് 8,000 യൂണിറ്റ്സ് ആകുന്ന സമയത്ത് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 12,000 ഡിവൈഡ് ബൈ എത്രയാണ്? 8,000, ദാറ്റ് ഈസ് 1.50. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് 12,000 ഡിവൈഡ് ബൈ 6,000 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 2. ഇനി 10.80 വേരിയബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് അതിന്റെ 10% എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 10%. ഓക്കെ, 90% ആണെന്ത്? 10.80. ആ 10.80 വേരിയബിൾ ആണെന്നല്ലോ. വേരിയബിൾ ആകുന്ന സമയത്ത് പെർ യൂണിറ്റ് കോളത്തിൽ നമ്മൾ സെയിം എമൗണ്ട് എഴുതും
എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഇടുന്നു. 10.80 ഇൻറ്റു 6000 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 64,800. അതേപോലെ തന്നെ 10.80 ഇൻറ്റു 8,000 യൂണിറ്റ്സ്. അങ്ങനെയാണ് നമ്മളിവിടെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് കിട്ടി. ഇനി നമ്മൾ സെല്ലിംഗ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അത് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിന്റെ സ്ഥിതി എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിന്റെ സ്ഥിതി നമ്മൾ നോക്കാം. 80% വേരിയബിൾ ആണ്, 20% ഫിക്സഡ് ആണ് അല്ലേ? 80% വേരിയബിൾ ആണ്, 20% ഫിക്സഡ് ആണ്. അതായത് ടോട്ടൽ എത്രയായിരുന്നു പറഞ്ഞത്? നമ്മൾ 8 രൂപയല്ലേ പറയുന്നത്. 8 രൂപയുടെ 20% ഫിക്സഡ് എന്ന് പറഞ്ഞാൽ 1.60 ഫിക്സഡ്. 8 രൂപയുടെ 20% ഫിക്സഡ് എന്ന് പറഞ്ഞാൽ 1.60 ഫിക്സഡ്. അപ്പോൾ 10,000 യൂണിറ്റ്സ് ആകുന്ന സമയത്ത് എന്താണ്? 16,000 യൂണിറ്റ്സ്. ഈ 16,000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ടോട്ടൽ കോളത്തിൽ എഴുതുന്നു. മറ്റ് പെർ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 16,000-നെ അതാത് ലെവലിലുള്ള യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? 16,000 divided by 8,000 that is 2. 16,000 divided by 6,000 that is 2.67. This is variable. ഇവിടെ വിട്ടുപോയാന്ന് തോന്നുന്നു. ഇവിടെ വേരിയബിൾ ആണ്. ഫിക്സഡ് പോർഷൻ കഴിഞ്ഞാൽ മറ്റേത് വേരിയബിൾ ആണ്, മുകളിലുള്ള പോലെ തന്നെ. സോ വേരിയബിൾ ഈസ് 6.40. ഇതെല്ലാം പെർ യൂണിറ്റ് കോളത്തിലും എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതാത് യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? അതായത് 6.40 ഇൻറ്റു 6,000 units, that is 38,400. 6.40 into 8,000 units, that is 51,200. 6.40 into 10,000, that is 64,000. ഇനി അതിനെ ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കോസ്റ്റ് കിട്ടി. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസ് കൂടെ തന്നേക്കാം. അങ്ങനെയാകുന്ന സമയത്ത് സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സാധാരണ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ഫോർമാറ്റ് ആണ്, കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണ്. ഒരു 3-4 കോസ്റ്റ് ഷീറ്റ് ഒരുമിച്ച് വെച്ചാൽ എങ്ങനെയുണ്ടാവും? അത് തന്നെയാണ് സിംപ്ലി പറഞ്ഞാൽ എന്ത് കോസ്റ്റ് ഷീറ്റിന്റെ ഒരു എന്താണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം അല്ലെ? 60% കപ്പാസിറ്റി തന്നു, പ്രിപ്പയർ ബഡ്ജറ്റ് ഫോർ പ്രൊഡക്ഷൻ അറ്റ് 80% 100% കപ്പാസിറ്റീസ് അല്ലെ? പ്രൊഡക്ഷൻ എന്താണ്? ആ 60% കപ്പാസിറ്റി 6,000 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ലേബർ തന്നിട്ടുണ്ട്, അതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ പെർ യൂണിറ്റ് നിർബന്ധമില്ല. ഈ ഒരു രീതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെർ യൂണിറ്റ് ചെയ്യണമെന്നില്ല. പെർ യൂണിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഈ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ നോക്കാം. പ്രൊഡക്ഷൻ കപ്പാസിറ്റി 3 കപ്പാസിറ്റി നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് 60% കപ്പാസിറ്റി, മറ്റൊന്ന് 80% കപ്പാസിറ്റി, മറ്റൊന്ന് 100% കപ്പാസിറ്റീസ് അല്ലേ? അപ്പം 60% കപ്പാസിറ്റി 6,000 യൂണിറ്റ്സ് ആണെങ്കിൽ 80% കപ്പാസിറ്റി എത്ര യൂണിറ്റ്സ് ആയിരിക്കും? 8,000 യൂണിറ്റ്സ് അല്ലേ? 100% കപ്പാസിറ്റി എത്ര യൂണിറ്റ്സ് ആയിരിക്കും? 10,000 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ മെറ്റീരിയലിന്റെ കോസ്റ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? 100 into 6,000 ആദ്യത്തെ കോളത്തില്, രണ്ടാമത്തെ കോളത്തില് 100 into 8,000, മൂന്നാമത്തെ കോളത്തില് 100 into 10,000. അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് വേരിയബിൾ ആണ്. അത് മൂന്നും കൂടെ ചേർത്താൽ എന്ത് കിട്ടും? നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പിന്നെ ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് സെമി വേരിയബിൾ ആണ്, 40% ഫിക്സഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 40% ഫിക്സഡ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 60% വേരിയബിൾ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ 60% ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000-ന്റെ 60% ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000-ന്റെ 40% എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. സെല്ലിംഗ് ഓവർഹെഡ് എന്താണ്? 20,000-ന്റെ 50% ഫിക്സഡ് ആയിരിക്കും, 20,000-ന്റെ 50% വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം അതിന്റെ ആൻസർ നോക്കാം. അപ്പൊ മെറ്റീരിയൽ പെർ യൂണിറ്റ് 100 ആണ്. ഇവിടെ നമ്മൾ പെർ യൂണിറ്റ് ബ്രാക്കറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. നോക്കാം, ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. മെറ്റീരിയൽ 100. അപ്പം ഇവിടെ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ്? ഇവിടെ ടോട്ടൽ കോസ്റ്റ് കോളം മാത്രമേ ഉള്ളൂ, ഇവിടെ പെർ യൂണിറ്റ് നമ്മൾ കോളം വരച്ചിട്ടില്ല. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് 100 into 6,000, 100 into 8,000, 100 into 10,000. ലേബർ 50 into 6,000, 50 into 8,000, അതുപോലെ തന്നെ 50 into 10,000 കിട്ടിയിട്ടുണ്ടല്ലോ, മനസ്സിലായല്ലോ അല്ലെ? യെസ്. അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്
20 into 6,000, 20 into 8,000, അതുപോലെ തന്നെ 20 into 10,000 ആ കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി ഫാക്ടറി ഓവർ ഹെഡ് 40% ഫിക്സഡ് ആണ്. എത്രയുടെ? 50,000ന്റെ 40% ഫിക്സഡ് ആണ്. എന്ന് പറഞ്ഞാൽ 40% എത്രയാണ്? 50,000ന്റെ 20,000. ആ 20,000 എല്ലാ കോളത്തിലും എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. അതങ്ങനെ തന്നെ എഴുതും അല്ലേ? ടോട്ടൽ 50,000 അല്ലേ ടോട്ടൽ കോസ്റ്റ് എന്താണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതിന്റെ 40% ഫിക്സഡ് ആണ്. അപ്പൊ 50,000ന്റെ 40% 20,000, 20,000 ഫിക്സഡ് ആണ്. എന്ന് പറഞ്ഞാൽ 60% കപ്പാസിറ്റി ആയാലും 80% കപ്പാസിറ്റി ആയാലും 100% കപ്പാസിറ്റി ആയാലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ദ സെയിം, 20,000 സെയിം തന്നെ. ഇനി വേരിയബിൾ 60% ആണ്. അതായത് 60% ഡാറ്റയാണ് നമുക്ക് തന്നത്. 60%ന് 6000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 30,000 ആണ്. അങ്ങനെയാകുന്ന സമയത്ത് 80,000 ആകുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? ഇവിടെ 30,000 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 8,000. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 6000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് 30,000. അപ്പൊ 8000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് കോസ്റ്റ് എത്രയായിരിക്കും? അപ്പം 30,000 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 8000 അല്ലേ? 30,000 ഡിവൈഡ് ബൈ 6,000 ഇൻറ്റു 8,000. അതിന് 100% ആകുന്ന സമയത്തോ 10,000 ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തോ? യെസ്, 30,000 ഡിവൈഡഡ് ബൈ 6,000 ഇൻറ്റു 10,000. ദാറ്റ് ഈസ് 50,000. ഓക്കെ, അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഇത് ചെയ്യുക അല്ലേ? ഇതോടെ ഞാൻ പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഫിക്സഡ് 60% ആണ്. 40,000ന്റെ 60% ഫിക്സഡ് ആണ്. അതായത് 24,000 ഫിക്സഡ് ആണ്. അത് എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനും 24,000 തന്നെ. ഓക്കെ, ശ്രദ്ധിക്കണം. ദെൻ വേരിയബിൾ 40% ആണ്. വേരിയബിൾ 40% അല്ലേ? ഒന്ന് മാത്രമേ പറയുള്ളൂ. 50% അല്ല 60% ഫിക്സഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലൈഡ് ആണ്. ബാക്കി എന്തായിരിക്കും? വേരിയബിൾ ആണെന്നുള്ളത്. വേരിയബിൾ 40% ആണ്. അതായത് എത്ര? 40,000ൽ 16,000 വേരിയബിൾ ആണ്. 30,000 6,000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് 16,000 ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ് അല്ലേ? അങ്ങനെ സമയത്ത് 8,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അത് കൂടണ്ടേ? അതെങ്ങനെ എത്രയായിട്ടാണ് വർദ്ധിക്കുക? അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60,000 ഡിവൈഡഡ് ബൈ 6,000 ഇൻറ്റു 8,000. അടുത്തത് കാണാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് 16,000 ഡിവൈഡഡ് ബൈ 6,000 ഇൻറ്റു 10,000. അതേ രീതിയിൽ തന്നെ എന്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സെല്ലിങ് ഓവർ ഹെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ ചെയ്തെടുക്കും. അപ്പം ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ്, ഇന്നത്തെ പോർഷൻ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കൊറിയിടുക. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.